அடிமாலியில் வங்கி கணக்கு இல்லாதவர்களின் பேரில் பல லட்சம் ரூபாய் மோசடி நடத்தப்பட்டுள்ளதாக புகார் எழுந்துள்ளது. அடிமாலி ஸ்ரீராம் ஃபைனான்ஸுக்கு எதிராகத்தான் பொதுமக்கள் எதிர்ப்புடன் முன்வந்துள்ளது. அடிமாலியை சேர்ந்த பல நபர்களின் பேரில் ஸ்ரீராம் ஃபைனான்ஸில் பல லட்சம் ரூபாயின் பண மோசடி நடத்தப்பட்டுள்ளதாக பொதுமக்கள் காவல் நிலையத்தில் புகார் கொடுத்துள்ளனர். ஃபைனான்ஸுடன் எந்தவித தொடர்பும் இல்லாத நபர்களின் ஆவணங்களை பயன்படுத்தி பல லட்சம் ரூபாய் கடன் வாங்கப்பட்டுள்ளதாக புகார் எழுந்துள்ளது. வங்கியுடன் எந்தவித தொடர்பும் இல்லாத சாதாரண மக்கள் மோசடியில் பாதிக்கப்பட்டுள்ளனர். பல்வேறு தேவைகளுக்காக வங்கியில் அணுகும்போது சிபில் ஸ்கோர் பரிசோதிக்கும் போது மட்டுமே சொந்த பேரில் பல லட்சம் ரூபாயின் கடன் எடுத்துள்ளதாக தகவல் தெரிகிறது. கடன் திரும்ப அடைக்காததால் சிபில் ஸ்கோர் കുറയുന്നതോട് മറ്റ് വങ്കികളിൽ ഇരുന്നും ഇവർക്ക് കടം മറുക്കപ്പെടുகிறது. എൻ്റെ അനിയൻ്റെ പേരിലും അമ്മയുടെ പേരിലും ഇതുപോലെ എടുക്കാത്ത ലോൺ പേഴ്സണൽ ലോൺ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ഏതെങ്കിലും ഒരു ബാങ്കിൽ സമീപിച്ചു കഴിഞ്ഞാൽ അവിടെ ലോൺ റിജക്ട് ചെയ്യുന്ന നമുക്ക് ഒബ്ലിഗേഷൻ കാണിച്ചിട്ട് നമുക്ക് വേറെ ലോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലോൺ റിജക്ട് ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. டேட்டா என்ட்ரியில் வந்த தவறு என்றுதான் அடிமாலியில் கிளை மேனேஜரை அணுகிய போது புகார் கொடுத்த நபர்களுக்கு கிடைத்த தகவல். നിങ്ങൾ കാണിച്ച നിങ്ങൾ സിബിൽ സ്കോർ ഇല്ലാത്ത ആൾക്കാർക്ക് സിബിൽ സ്കോർ കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നവര് ഭാഗത്ത് നിന്ന് ലോൺ എടുത്തിട്ട് സിബിൽ സ്കോർ ഇല്ലാത്തവർക്ക് തിരിച്ചു മറിച്ചു കൊടുക്കുന്ന പരിപാടിയാണിത്. അതല്ലേ സംഭവം? എനിക്കറിയില്ല അങ്ങനത്തെ കേസൊന്നും എനിക്കറിയില്ല. അത്രയും വലിയ പിന്നെ നിങ്ങൾ ഇതിന്റെ വലിയ ആളാണല്ലോ അങ്ങോട്ട്, നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് എങ്ങനെയാ പറയണേ? എനിക്ക് ഇത്രയും വലിയ ഡീറ്റെയിൽസ് അറിയത്തില്ല. ഇങ്ങനെ പിന്നെ നിങ്ങളൊക്കെ എന്തിനാ അവിടെ ജോലി എന്ന് പറഞ്ഞിരിക്കണേ അങ്ങോട്ട്? അവിടെ ഇപ്പൊ എന്നാ നമ്മള് പറയുന്നത്, എന്ന് നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഫ്രോഡ് തരത്തിന് ഞങ്ങൾ എന്തുകൊണ്ട് ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം? നമ്മൾ ചെയ്തേക്കുന്ന ഫ്രോഡ് പരിപാടി നിങ്ങൾ പറയുന്ന കാര്യം നമ്മൾ 2 ദിവസം കൊണ്ട് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ ചെയ്ത ഫ്രോഡ് പരിപാടി സംഭവിച്ചിട്ടുണ്ട്. മതി, ഇത് മതി എനിക്ക്. ഓക്കെ, ശരി എന്നാ. ராஜாக்காடை சேர்ந்த நபரின் தம்பிகளின் பேரில் மட்டும் 12 லட்சம் ரூபாயும் 5.5 லட்சம் ரூபாயின் போலியான கடன்களும் എടുത്ത് കൊടുക്കപ്പെട്ടുള്ളത്. എന്റെ അനിയന്റെ പേരിൽ എടുത്തിരിക്കുന്ന 12 ലക്ഷം രൂപയാണ് വെട്ടിച്ചിരിക്കുന്നത്. ഒരു അനിയന്റെ അടുത്ത് വെട്ടിച്ചിരിക്കുന്നത് 5.5 ലക്ഷം രൂപയാണ് വെട്ടിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ സിബിൽ സ്കോർ ചെക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഇത് അറിഞ്ഞത് തന്നെ. ഇത് കോടാനുകോടികളാണ് ഇവിടെ തട്ടിപ്പടർന്നിരിക്കുന്നത്. ഈ ശ്രീരാം അടിമാലിയിലെ ഈ സ്ഥാപനത്തിൽ നിന്ന് കോടാനുകോടികൾ ഞങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ അന്വേഷിച്ച് വരികയാണ്. ഇപ്പൊ ഞങ്ങൾ ഇത് അറിഞ്ഞിരിക്കുന്ന ഒരു 100ൽ ഒരു 90 ഒരു 10% ആൾക്കാരെ ഇവിടെ വന്നിട്ടുള്ളൂ. മുൻപ് കടനെടുത്തുള്ളവர்களின் പേരിൽ കൂടുതൽ പോളിയാണ് കടങ്ങൾ കൊടുത്തുള്ളതാகவும் പുകാറുള്ളത്. ലേറ്റ് പെൻഡിങ്ങും വരുന്നുണ്ട്. ഇപ്പൊ 2 മാസമായിട്ട് ഇപ്പൊ അവർ ഓൾറെഡി അടയ്ക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത് അടയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. മൊത്തം എനിക്ക് ഒരു 2,75,000 രൂപയുടെ ഒരു ലോൺ വരുന്നുണ്ട്. വീണ്ടും ഒരു 4,50,000 വരുന്നുണ്ട്. ഒരു 5,30,000 വരുന്നുണ്ട്. മൊത്തത്തിൽ ഒരു 12,50,000 രൂപയുടെ ഒരു ലോൺ എൻ്റെ പേരിൽ ഞാൻ അറിയാതെ അടിമാലി ശ്രീരാം ഫിനാൻസിന്റെ ബ്രാഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ട്. இதனுடன் இதுவரை ஒரு வங்கியில் சொந்த தகவல்களோ சான்றுகளோ கொடுக்காதவர்களின் பேரிலும் 5 லட்சம் ரூபாய் வரை கடன் எடுத்ததாக தெரிய வந்துள்ளது. എൻ്റെ പേരിൽ 5 ലക്ഷം രൂപയാണ് കാണിക്കുന്നത്. ഈ 5 ലക്ഷം രൂപ കാണിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡേറ്റ ഇവരുടെ കയ്യിലില്ല. ഈ ബാങ്ക് തന്നെ ഇന്നാണ് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. ഇത് എങ്ങനെ വന്നു എന്ന് അറിയത്തില്ല. ലോൺ അടച്ചില്ല എന്ന്, ലക്ഷക്കണക്കിന് രൂപയുടെ ലോൺ അടച്ചില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ രാവിലെ അടിമാലി സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ നിരവധിയായ ആളുകൾ പരാതിയുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വൻ തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ഇതിന്റെ യാഥാർത്ഥ്യം പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. காலையில் அடிமாலி காவல் நிலையத்திற்கு ஏராளமான நபர்கள் புகாருடன் வந்தனர். பொதுமக்களுக்கு இதன் உண்மை நிலை இதுவரை தெரிந்து கொள்ள முடியவில்லை. எந்தவித தகவலும் இல்லாமல் போலியான கடன்களின் பேரில் கடனில் தள்ளப்பட்ட ஏராளமானவர்களுக்கு நீதி வழங்க வேண்டும் என்றும் மோசடியின் பின்னால் செயல்படுபவர்களுக்கு எதிராக கடுமையான விசாரணை நடத்த வேண்டும் என்றும் பொதுமக்கள் கேட்டுக்கொண்டுள்ளனர். நியூஸ் பியூரோ, அடிமாலி.